കൂട്ടുകാരെ, മഴവില്ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ദിവസത്തേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നിത്യജീവിതത്തിൽ നമ്മളെ ചില സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാതാക്കാവുന്ന ഒരു ഹെൽത്ത് ഓർ ബ്യൂട്ടി ടിപ്പാണ്. അതായത് ചിലപ്പോൾ നമ്മുടെ തലമുടി ഭയങ്കര എണ്ണമയം പിടിച്ചിട്ടായിട്ട് പിന്നെ നിറയെ താരനായിട്ട് ഇരിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ല ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെയർ റെമഡിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ഇന്നലെ ചെയ്ത് നോക്കി. നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. പക്ഷേ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരുവിധം താരനൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാണ്ട് തുടങ്ങാം. വളരെ എളുപ്പമാണ്. ഇതിൽ ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേണ്ടത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹെയർ മാസ്കാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ മിക്സിയിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു മാസ്കാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ മാസ്ക് ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഒരു കണ്ടീഷണർ പോലെയാണ് അതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റഫായിട്ട് മാറിയിരിക്കുന്ന മുടി ഫസ്റ്റ് തന്നെ അതിൻ്റെ ടാങ്കിൾസൊക്കെ കളയാം. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മാസ്ക് പതുക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഈ മാസ്ക് നമുക്ക് തലയോട്ടിയിലും അപ്ലൈ ചെയ്യാം, അതുപോലെ മുടിയിലും മുഴുവനും അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മാസ്ക് നമ്മുടെ തലയിൽ ഒരു 20 മിനിറ്റ് നേരം 15-20 മിനിറ്റ് നേരം വെക്കണം. അത് നമുക്കൊരു ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു കവറില്ലേ, പ്ലാസ്റ്റിക് കവർ ഇതുപോലെ എടുത്തിട്ട് തലയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ കൂട്ടുകാരത് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കവർ റിമൂവ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ തല കുളിക്കുക. അതുപോലെ തന്നെ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഷാമ്പു യൂസ് ചെയ്യണ്ട. ആദ്യം തന്നെ തണുത്ത വെള്ളത്തിൽ തല കഴുകിയിട്ട് പിന്നെ കുറച്ച് ഷാമ്പു നല്ലോണം വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് നല്ലോണം പതപ്പിച്ചിട്ട് അത് വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിയിട്ട് ഉണക്കി നമുക്ക് നോക്കാം. എന്നിട്ട് കാണാം. ഓക്കെ. ഈ ഹെയർ മാസ്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഭയങ്കര എളുപ്പമാണ്. 3 ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ 2 മുട്ട എടുക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. സെൻറ്ററിൽ കട്ട് ചെയ്താൽ അത് കറക്റ്റായിട്ട് നമുക്ക് അത് പൊട്ടിച്ചൊഴിക്കാൻ പറ്റും, മുട്ടയുടെ മഞ്ഞക്കരി പൊട്ടാതെ. കാരണം നമുക്ക് ഈ മാസ്കിന് മഞ്ഞക്കരി വേണ്ട. അപ്പോൾ എന്നിട്ട് ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഈ മഞ്ഞക്കരി എടുത്ത് മാറ്റിക്കളയാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ എഗ് വൈറ്റ്സ് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയുടെ വെള്ളയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ മുടിയുടെ ഗ്രോത്ത് നല്ലപോലെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള ഓയിൽസ്, തലയിലുള്ള കുറേ എണ്ണമയൊക്കെ അത് വലിച്ചെടുക്കും. അതുപോലെ ഡാൻഡ്രഫിന് നല്ല സൂപ്പർ സാധനമാണ്. നാച്ചുറലി നമുക്ക് ഡാൻഡ്രഫ് മാറ്റാവുന്ന ഒരു സാധനമാണ് മുട്ടയുടെ വെള്ള. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനേഗറാണ് ഏറ്റവും നല്ലത്. ഇനി അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ആയാലും കുഴപ്പമില്ല. പക്ഷേ ആപ്പിൾ സൈഡർ വിനേഗർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ വിനാഗിരി നമ്മുടെ മുടിക്ക് നല്ല ഷൈനും നല്ല തിളക്കവും അതുപോലെ തന്നെ ക്ലീനാക്കും നമ്മുടെ സ്കാൽപ്പായാലും മുടിയായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൾസ് എന്ന് പറഞ്ഞൊരു ബട്ടണാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇത് രണ്ടും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ 1, 2, 3 എന്നുള്ള നമ്പേഴ്സല്ല ഉപയോഗിക്കേണ്ടത്. ഇടത് വശത്ത് പൾസ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കറക്കി കൊടുക്കണം. ഇതിപ്പോൾ ഉണ്ടാക്കുന്ന രീതി മൈനീസ് ഉണ്ടാക്കുന്ന രീതിക്ക് വളരെ തുല്യമാണ്. ഏതാണ്ട് മൈനീസൊക്കെ പോലെ തന്നെ, കുറച്ച് വ്യത്യാസമുള്ളൂ. ഓക്കെ. അപ്പോൾ പൾസ് ബട്ടണ് ഇത് രണ്ടും ചേർത്തതിന് ശേഷം അത് ഒരു 3-4 പ്രാവശ്യം പൾസ് ചെയ്യുക. അതിന് ശേഷം മൂന്നാമത്തെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണ ഒരു 1/2 കപ്പ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ചായ കുടിക്കുന്ന കപ്പിൽ. അതിൽ ആദ്യം തന്നെ 1/4 കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും പൾസ് ചെയ്യുക, ഒരു 4-5 തവണ പൾസ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള 1/4 കപ്പ് അതിലേക്ക് ഒഴിച്ച് ഒരു 4-5 തവണ പൾസ് ചെയ്തെടുക്കുക.
4-5 തവണയല്ല, ഞാനൊരു 8 തവണ പൾസ് ചെയ്തെടുത്തു. അപ്പോഴാണ് ഈ കൺസിസ്റ്റൻസി വരുന്ന വരേക്കും ഇങ്ങനെ പൾസ് ചെയ്തുകൊണ്ടിരിക്കുക. തുറന്ന് നോക്കുമ്പോൾ ഇത്തിരി കണ്ടീഷണർ പോലെ ആയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. അപ്പോൾ നമുക്ക് കൂട്ടുകാരെ, എന്ത് ഭംഗിയായിട്ട് നമുക്ക് ഹെയർ മാസ്ക് കിട്ടിയെന്ന്. വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ. സോ കണ്ടില്ലേ എത്ര എളുപ്പമാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടുകളിലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് താരൻ്റെ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും താരൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തലമുടി ഒത്തിരി എണ്ണ ഉള്ളവർക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാരണം ഈ മാസ്ക് നമ്മുടെ ഹെയറിൻ്റെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ എടുത്തു കളയും. നല്ല എണ്ണമയൊക്കെ പിടിച്ച് പിന്നെ താരനൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ ഇത് ബെസ്റ്റ് മാസ്കാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ വന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം മഴവില്ലോകം. ആൻഡ് ഇതുവരെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.